നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഒന്ന് പോകണം. നേരത്തെ നമ്മൾ ഇടുക്കിയിൽ കണ്ട അതേ ട്രെൻഡ് കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടാകുമോ? എൻ ജയരാജ് ചീഫ് വിപ്പാണ് കാഞ്ഞിരപ്പള്ളിയിലെ സിറ്റിംഗ് MLA. എൻ ജയരാജിന് മാർക്ക് എത്ര? എൻ ജയരാജന് 62.12. 62.12 മോശമില്ലാത്ത മാർക്കാണ്, തരക്കേടില്ലാത്ത മാർക്ക്. നാളായിട്ട് അദ്ദേഹം അവിടെ MLA ആണ്. 62. വാഴൂര് മാറി കാഞ്ഞിരപ്പള്ളി. യെസ്, എന്തായാലും നാരായണക്കുറുപ്പ് ജയരാജ് ആ പരമ്പര തുടരുകയാണ്. എനിക്ക് തോന്നുന്നു പാസ് മാർക്ക് കിട്ടി എൻ ജയരാജനെന്ന്. അപ്പോ ആ മണ്ഡലം LDF നിലനിർത്താനാണോ സാധ്യത, അതോ നമ്മൾ മറ്റ് പലയിടത്തും കണ്ടിട്ടുള്ള സർപ്രൈസ് കാഞ്ഞിരപ്പള്ളിയിലും ഉണ്ടാകുമോ? എന്താണ് കാഞ്ഞിരപ്പള്ളിയുടെ രാഷ്ട്രീയ ചിത്രം? കാഞ്ഞിരപ്പള്ളിയിൽ LDF തന്നെ 45.70. LDF തന്നെയാണ് മേൽക്കൈ. മണ്ഡലം നിലനിർത്തും LDF. കേരള കോൺഗ്രസ് എം ആണ് ഇപ്പോൾ അവിടെ സിറ്റിംഗ് പ്രതിനിധി ഉള്ളത്. UDF 40.39, BJPക്ക് 13.91. കോൺഗ്രസിന്റെ ആശ്വാസ ഒരു ഫലം അതെ, ഇപ്പോ റോഷിയുടെ കാര്യത്തിൽ റോഷിയും ഹെഡാണ്. മുൻതൂക്കമുണ്ട്, എങ്കിലും ടൈറ്റ് ഫൈറ്റ് നേരിടും. റാന്നി നഷ്ടപ്പെടുന്നു. ചാലക്കുടി ജയിക്കാൻ സാധ്യതയില്ല. പെരുമ്പാവൂര് ജയിക്കാൻ സാധ്യതയില്ല. പിറവം ജയിക്കാൻ സാധ്യതയില്ല. നമ്മളിപ്പോ കുറെ സീറ്റുകൾ പറഞ്ഞു. ആശ്വസിക്കാവുന്ന ഒരു വാർത്ത കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. കാഞ്ഞിരപ്പള്ളി എൻ ജയരാജ് നിലനിർത്തും. കാരണം 5%, 5.31. കാഞ്ഞിരപ്പള്ളി അദ്ദേഹത്തിന് നമ്മളിപ്പോ സർവേ നടത്തിയപ്പം അദ്ദേഹത്തിന് വ്യക്തിപരമായി UDF അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. UDF ജനപ്രതിനിധിയായി ദീർഘനാൾ അതായത് പ്രവർത്തിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് മറ്റു പല ഘടകങ്ങളും ഉണ്ട് അദ്ദേഹത്തിനോട്, വ്യക്തിബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത് UDF നിന്ന് മാത്രമല്ല, മറ്റ് എല്ലാ വിഭാഗം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഒരു സൗമ്യനാണ്. മണ്ഡലത്തിൽ ആർക്കും അങ്ങനെ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു വിദ്വേഷം തോന്നേണ്ട പെരുമാറ്റ രീതിയൊന്നും അദ്ദേഹത്തോടില്ല. എല്ലാവരോടും ഇടപെടുന്ന രീതിയിൽ വളരെ സൗമ്യനും വളരെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പ്രൊഫസർ എൻ ജയരാജ് സേഫ് ആണ് എന്നുള്ളതാണ് കാഞ്ഞിരപ്പള്ളിക്കും അതുപോലെ തന്നെ കേരള കോൺഗ്രസിനും ഒക്കെ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്ത.